ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമൃത തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുക. എനിക്ക് എൻ്റെ അച്ഛനെ വേണം, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അഭിയോട് ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ അച്ഛനും അഭിയേട്ടനും കൂടെ മാറി താമസിക്കാനൊക്കെ. അങ്ങനെ മകള് പറഞ്ഞ് കരഞ്ഞ് അച്ഛൻ്റെ ദേഹത്തേക്ക് കിടക്കുമ്പോഴേക്കും മകളെ സ്നേഹിക്കാൻ വേണ്ടി അറിയാതെ അച്ഛൻ കൈ പൊക്കും. അപ്പോഴത്തേക്ക് അഭി ചാടി എഴുന്നേറ്റിട്ട് ചെയ്യല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ഓർക്കുന്നത്, അയ്യോ ഇതിങ്ങനെയാണല്ലോ എന്ന്. പിന്നെ കൈയൊക്കെ അവിടെ വെച്ച് മര്യാദയ്ക്ക് കിടന്നു കേട്ടോ. ആ സമയത്ത് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമൃത വിളിച്ചുകൊണ്ടിരിക്കുവാണേ. ഇതൊക്കെ കേട്ട് നമ്മുടെ അഭി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അഭിനയം അഭിനയിച്ച് ഇങ്ങനെ കിടക്കുന്നു, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ചിരുന്നുള്ളൊരു അത്താഴം ഈ വീട്ടിൽ അവസാനിക്കാൻ പോവുകയാണെന്ന് മുത്തശ്ശി പറയുമ്പം, അതെന്താ മുത്തശ്ശി ഇന്ന് രാത്രി ലോകം അവസാനിക്കുമെന്ന് ചോദിച്ചു. അതോ അങ്ങനെ ഒരു ന്യൂസ് മൊബൈലും എല്ലാം കണ്ടോ എന്ന് നമ്മുടെ അമല് ചോദിക്കുമ്പോഴേക്കും ജാനകി അപ്പുറം നിന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. കളിയാക്കണ്ടടാ, സൂര്യയുടെ കണ്ണടഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും, ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ മുത്തശ്ശി ഇരുന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് ജാനകി കരയുവാട്ടോ. അവർ കുത്തുവാക്ക് പറയുന്നത്, അച്ഛൻ്റെ കാലശേഷം ഇവിടെ നിൽക്കാൻ പറ്റാത്തവർ ഇവിടുന്ന് പോകണം, അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് അമൽ പറഞ്ഞു. പോകേണ്ടവർ പോകും. പിന്നീട് ഈ വീട് അബിയുടെയും ജാനകിയുടെയും പേരില. സൂര്യ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകി ആരാ മോളെന്ന് എല്ലാവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. അച്ഛൻ അവരുടെ പേരിൽ വീട് എഴുതി വെച്ചത് എല്ലാവർക്കും പഴയതുപോലെ ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിരഞ്ജന അന്നേരം പറഞ്ഞു. അഭിയേട്ടനോ ജാനിയടുത്തോ ഇവിടെ നിന്ന് ആരോടും ഇറങ്ങി പോകാൻ പറയില്ല എന്ന കാര്യം നിരഞ്ജന പറഞ്ഞു. എന്നും പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുന്നു. അപർണ അന്നേരം കലിപ്പ് കയറി ഇരിക്കും കേട്ടോ. ഇതൊക്കെ ആരോട് പറയാനേട്ടത്തി എന്ന് അമല് ചോദിക്കുമ്പോൾ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ, എല്ലാം ഒന്ന് കയ്യിൽ വരാൻ കാത്തിരിക്കുക അവളെന്നും പറഞ്ഞ് മുത്തശ്ശി. അങ്ങനെ അത് കേട്ട് ജാനകി നെഞ്ചു പൊട്ടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഞാൻ മാത്രമല്ല, ഇപ്പം അവൾക്ക് വക്കാലത്ത് പറഞ്ഞ നീയും ഇറങ്ങേണ്ടി വരും, ഇവനെന്തായാലും ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കും, നീ അത് സമ്മതിച്ച് കൊടുക്കരുത് കേട്ടോടി മോളെ, അവകാശം കിട്ടാൻ കാത്തിരിക്കുക ജാനകി. എണ്ണി ജാനകി നിന്നോട് കണക്ക് ചോദിക്കുമെന്ന് മുത്തശ്ശി അപർണയോട് പറയുമ്പോൾ, മോളെ അച്ഛൻ എന്തെങ്കിലും പറ്റിയ അമ്മയുടെ കാലം വരെ ആർക്കും ഇവിടെ താമസിക്കാമെന്നും അവകാശം കയ്യിൽ തന്നെ ഇരിക്കത്തേ ഉള്ളെന്ന് അപർണ അന്നേരം പറയണം. ഇപ്പം ഇവളുടെ ഉള്ളിലിരിപ്പോൾ പറയുവാണ്, അമ്മ എന്തു പറഞ്ഞ് ഇവിടെ കിടക്കാൻ പോകുന്നത്, അമ്മയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അജയ് അന്നേരം ചോദിക്കുക. എൻ്റെയോ അമലിൻ്റെയോ പേരിലാണ് വീടെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാം, ഇത് അമ്മയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുടെ പേരിലല്ല ഈ വീടുള്ളതെന്ന് ഈ അജയ് അന്നേരം ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കടാ മോനെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഇത്രയും കാലം അഭിയേട്ടൻ അന്യനായിരുന്നില്ലല്ലോ, ആണോ, എന്തിനാ ഇങ്ങനെ മനസ്സിൽ വിഷം കയറ്റി വെക്കുന്നേ എന്ന് നിരഞ്ജന ചോദിച്ചു. അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, ഷെയർ വാങ്ങി ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിലാവുമെന്നും പിന്നെ ഈ വീടിൻ്റെ പടി കയറാനും പോകുന്നില്ലെന്ന് അജയ് അവിടെ ഇരുന്നങ്ങ് പറഞ്ഞു. ഞാനിപ്പോഴേ അതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന കാര്യമൊക്കെ പറയുമ്പം, അമലും ഇപ്പോഴേ ഒരു വീട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്, നിനക്കെന്തായാലും ഭാര്യ വീട്ടിൽ ചെന്ന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, ഇളയ മകൻ എന്നുള്ള നിലയിൽ നീയാണ് അമ്മയെയും മുത്തശ്ശിയെയും നോക്കേണ്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴത്തേക്കും അപർണ, അമ്പടി അതാണല്ലേ തള്ളയുടെ ഉള്ളിലിരിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്ത സാധനം കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. നോക്കിയത് തന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പം, ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിലേ അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ നമ്മൾ അന്നേരം ചോദിച്ചു. ഞാൻ കേട്ടിട്ടുള്ളതേ മൂത്ത മകനാ പ്രായമായവരെ നോക്കേണ്ടതെന്നുള്ളതാ. ഇതൊക്കെ മുത്തശ്ശിയുടെ കണ്ടുപിടുത്തോ എന്നും പറഞ്ഞ് അപർണ അവിടെ ഇരുന്ന് ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കി. അത് കേട്ടപ്പം, അത് അപർണ എനിക്കിട്ടൊന്ന് കുത്തിയതാണല്ലോ എന്ന് ചോദിച്ചു അജയ്. പ്രായമായവരെ ബാംഗ്ലൂർ കൊണ്ടുപോയി പരിചരിക്കാനൊന്നും പറ്റത്തില്ല, ഒരു ഫ്ലാറ്റാണ് ഞാൻ നോക്കുന്നത്, അവിടെ 2 പേർക്ക് ജീവിച്ചു പോകാനേ പറ്റുമെന്ന് അജയ് പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ കൂടെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുത്തശ്ശി. നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണെന്ന്. അപ്പോഴേക്കും നമ്മുടെ അമല്, മുത്തശ്ശിക്ക് ആകെ അറിയാവുന്ന പണിയെന്ന് പറയുന്നതേ അതാ, അച്ഛനില്ലാതെ വരുമ്പോഴേ അച്ഛൻ്റെ മറ പറ്റുന്ന തമ്മിലടിപ്പിച്ചവർ അച്ഛൻ്റെ വില അറിയുകയുള്ളൂ എന്ന് അമല് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതേ മുത്തശ്ശിയ. ചേക്കേറാനുള്ള ചില്ല ആലോചിച്ച മുത്തശ്ശി ഇപ്പോഴേ ഉറക്കം കളയണ്ട, എല്ലാത്തിനും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞ് അമൽ ഈ തള്ളയുടെ വായു അടപ്പിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞ് ജാനകി ഇതൊക്കെ കേട്ട് വിഷമിച്ച് അവിടെ നിൽക്കുമല്ലേ. പിന്നെ കാണിക്കുന്നത് അമലിൻ്റെ അടുത്തേക്ക് അപർണ ചെന്നു റൂമിലേക്ക്. അമൽ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഒരു ചിരിയൊക്കെ ചിരിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുവാണേ അപർണയെ. ഇന്ന് തല്ലുകൂടാൻ നിനക്കെന്താ വിഷയമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം നീ എന്നും ഭാരം ചുമക്കുന്ന കഴുതിയാണെന്നും സ്വന്തം വില നിനക്കറിയില്ലെന്നൊക്കെ നമ്മുടെ അപർണ പറയുമ്പം, അത് നിനക്ക് ഇപ്പോഴാണോടി മനസ്സിലായെന്ന് ചോദിച്ചു. നീ അത് അറിയാത്തടത്തോളം കാലം നീ പലരുടെയും സേവകനായി കാലം കഴിക്കേണ്ടി വരുമെന്നും അപർണ പറയണം. ഇത് കേട്ടപ്പോൾ, വളച്ചുകെട്ടി നീ വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി, ഡൈനിങ് ഹാളിലെ മുത്തശ്ശിയുടെ സംസാരത്തെ പറ്റിയല്ലേ നീ പറഞ്ഞു വരുന്നത്
നിനക്ക് നന്നായി അത് കൊണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് അമൽ പറയുമ്പോൾ ആ സമയത്ത് ഒരു ഉളുപ്പും കൂടാതെ ആ കിളവി പറയുന്നതും കേട്ട് നീ ഇരുന്നില്ലേ എന്ന് ചോദിച്ചു. അവരെ ചുമക്കേണ്ട ചുമതല നിനക്കാണെന്ന്. അപ്പം അമൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കും കേട്ടോ. അച്ഛൻ വീട് എഴുതി വെച്ചിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും പേരിലല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിന് നീ അമ്മയെയും മുത്തശ്ശിയെയും നോക്കണം? അവർ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ഇക്കാലം അത്രയും ജാനിയടത്തിയുടെ അഭിയേട്ടൻ്റെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് അവരുടെ കൂടെ ജീവിക്കാൻ മുത്തശ്ശിക്ക് കഴിയാത്തത് കൊണ്ടാ എൻ്റെ ഒപ്പം വരാനായിട്ട് മുത്തശ്ശി ആഗ്രഹിക്കുന്നതെന്ന് അമൽ ഇവളോട് പറഞ്ഞു. അച്ഛൻ്റെ മരണം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത് ആഘോഷിക്കാൻ നോക്കിയിരിക്കുന്നവർ അച്ഛൻ്റെ കാലശേഷം അഭിയേട്ടൻ്റെ ജീവിക്കേണ്ടി വരുമെന്നും അതിനെയാണ് ദൈവത്തിൻ്റെ കളി എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കൊരു പട്ടി ഉണ്ടെങ്കിൽ അതുപോലും ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് അപർണ പറയാം. ഷെയർ ചെയ്ത് ഭാഗം കിട്ടിയിട്ട് ബോധവും വെളിവുള്ള ആരെങ്കിലും ഈ വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് ഇങ്ങനെ അപർണ ചോദിക്കാം. നമ്മളും മാറി താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് മുത്തശ്ശിയും പറഞ്ഞത്. അവരെയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിന്റെ കൂടെ ജീവിക്കാനാണ് മുത്തശ്ശിക്ക് ഇഷ്ടം. അതവർ സ്വപ്നം കാണത്തേ ഉള്ളെന്ന് അപർണ. ഞാൻ അവരെ തഴഞ്ഞാലും നീ അവരെ കൈയൊഴിയുന്നത് നന്ദികേടാണ് കേട്ടോ എന്ന് പറയുമ്പം അവരെൻ്റെ സ്വന്തം മുത്തശ്ശിയൊന്നും അല്ലല്ലോ നന്ദികേടിൻ്റെ കാര്യം പറയാനായിട്ട്. നിനക്ക് ഈ വീട്ടിൽ വേണ്ടുന്ന ഒത്താശയൊക്കെ ചെയ്തു തരുന്നത് നിനക്ക് പ്രിയപ്പെട്ട മുത്തശ്ശി അല്ലേ എന്ന് ചോദിച്ചു. എന്തൊരു ഒത്തൊരുമയായിരുന്നു നിങ്ങൾ തമ്മിൽ. ഇത്രയും കാലം അവർ ആയുധമായിട്ട് കൊണ്ടു നടന്നിട്ട് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് അപർണ പറയുമ്പോൾ നീ എന്താടാ തമാശ പറയാണോ എന്ന് ചോദിച്ചു. ഇതാണോടി തമാശ? ആ സ്ത്രീ ആരുടെ കൂടെ നിന്നാലും അവിടെയുള്ളവരെ തമ്മിൽ തല്ലിക്കും. അത് അവരുടെ ചോരയിൽ അലിഞ്ഞു പോയിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പം മുത്തശ്ശിയെ വെച്ച് ഈ വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിച്ച സ്ഥിതിക്ക് നീയും കുറച്ച് അനുഭവിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അമൽ. അതിനു വേണ്ടി തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അവരെയും കൂടെ കൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് യാതൊരു സംശയവും നിനക്ക് വേണ്ടാന്നും പറഞ്ഞു. അവരെ താമസിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോടാ, ആ മന്ദരയെ ഞാൻ തന്നെ കൊല്ലുമെന്ന് അപർണ. നേരത്തെ ഞാനത് കുറിച്ച് വെച്ചതാണെന്ന് പറഞ്ഞു ഫോൺ ഒക്കെ എടുത്ത് എറിയാനൊക്കെ നോക്കുക. അപ്പം നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാനായിട്ട് വേണ്ടെന്ന് വെക്കില്ലടി മോളെ എന്ന് പറഞ്ഞു നമ്മുടെ അമൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സമ്മതിക്കില്ല ഞാനെന്ന് പറഞ്ഞു രക്തരക്ഷസിനെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ആ ശാത്തി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ണിത്താൻ വക്കീലും തമ്പിയും കൂടെ കണ്ടു പിരിയുക. നാളെ ഒരു കേസിൻ്റെ വാദം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാവുമെന്ന് ചോദിച്ചു. ഇന്ന് രാത്രി തന്നെ സൂര്യനാരായണൻ്റെ മരണം ഉറപ്പല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സക്കീർ ഹുസൈൻ വക്കീൽ അവിടെ വന്ന് നിന്ന് കേൾക്കുക കേട്ടോ ഇത് പറയുന്നത്. വക്കീല് കേസ് ഏതെങ്കിലും നല്ല ജൂനിയറെ ഇന്ന് തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പം അത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഉണ്ണിത്താൻ ചോദിച്ചു കേട്ടോ. സംസാരശേഷിയൊക്കെ പതിയെ ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ശ്വാസം കൂടി നിലച്ചു കഴിഞ്ഞാൽ അധികം നേരമൊന്നും വരില്ല. കരിന്തിരി കത്താൻ തുടങ്ങിയിട്ടേ ദിവസങ്ങളായില്ലേ എന്ന് തമ്പി ചോദിക്കും. ഇതെല്ലാം വക്കീൽ കേട്ട് നിൽക്കും. അപ്പോൾ ഇവരുടെ സ്വപ്നം ഇതാണല്ലോ എന്ന് ഓർത്ത്. എന്നാൽ പിന്നെ സംസാരിച്ച സമയങ്ങൾ ഞാൻ വീട്ടിലേക്ക് പോവാം, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ആക്കാമെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ അങ്ങ് പോയി. തമ്പി അവിടെ നിന്ന് ആരെയോ ഫോണിൽ വിളിച്ചു. അപ്പോൾ എടാ പൊന്നു മോനെ തമ്പി, നിനക്കെട്ടൊരു പണി വരുന്നുണ്ടടാ അവറാച്ചാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി നല്ല ഉറക്കമാണ്. അപ്പോൾ അഭി നല്ല ഉറക്കത്തിൽ അഭിയുടെ ഫോണിലേക്ക് വക്കീൽ വിളിച്ചു. വക്കീൽ വിളിച്ചിട്ട് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറയുവാണ്. അയാൾ കറങ്ങിത്തിരിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്, നല്ല പൂസാണെന്ന് പറഞ്ഞു. അപ്പോൾ സക്കീർ ഭായി പിന്നാലെ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ഏറ്റുമെന്ന് പറഞ്ഞു വക്കീൽ. അങ്ങനെ അതും പറഞ്ഞ് ഇവർ പോവാം. തമ്പിപ്പൊട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. എന്തായാലും അതും കഴിഞ്ഞ് പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് അമൽ ഇങ്ങനെ സോഫയിൽ പുറത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെന്ന് അമലിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ എന്താ ബേട്ടാ വന്നത്, അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എടാ നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. എന്താ അച്ഛനൊരാഗ്രഹം നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, അത് സാധിച്ചു കൊടുക്കാനുള്ളൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആഗ്രഹമോ? എന്താഗ്രഹം? ഏട്ടൻ എന്തേ പറയണേ? എടാ നിൻ്റെ അമ്മായിപ്പനോട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ലേടാ. അതിനൊരു സക്കീർ ഹുസൈൻ വക്കീൽ വിളിച്ചായിരുന്നു, അതിനൊരു അവസരം വന്നിട്ടുണ്ട്, നമുക്ക് പോകാം, സംസാരിച്ചൊക്കെ സമയമില്ലെന്നും പറഞ്ഞ് രണ്ടുപേരും വരെ തോർത്തൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുക വക്കീലിൻ്റെ വല്ലതും വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഏട്ടാ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരേ എന്ന് അമൽ ചോദിച്ചപ്പം എന്താടാ അമ്മായിപ്പനെ തല്ലാൻ നിനക്ക് മനസ്സനുവദിക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടാ ചുമ്മാ കോമഡി പറയാതെ പുറത്ത് പോയി അടി ഉണ്ടാക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമൊക്കെ അച്ഛനുണ്ടോ എന്ന് ചോദിച്ചപ്പം എടാ അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല, അല്ല തമ്പിയുടെ കൂടെ ആരെങ്കിലുമൊക്കെ കാണും, നമുക്ക് അച്ഛനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് അമൽ പറയുമ്പോൾ അച്ഛനെ വണ്ടിയിൽ ഇരുത്തിയാൽ മതി. എടാ അച്ഛന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേടാന്ന് പറഞ്ഞു. മക്കൾ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ്റെ റെഡിയായിട്ട് വന്നു കഴിഞ്ഞു, മുഖവും മറിച്ച് അച്ഛൻ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു അന്തം വിട്ടു.
അച്ഛനിതെന്താ ഇങ്ങനെ? എടാ ഇരുട്ടടിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആളെ തിരിച്ചറിയാൻ പാടില്ലടാ എന്ന് പറയും. എടാ നമ്മൾ തല്ലിയതാണെന്ന് തമ്പിക്ക് മനസ്സിലാക്കാൻ പാടില്ല, സംസാരിച്ച് കളയാൻ സമയമില്ല, വാണ മക്കളെ എന്ന് പറഞ്ഞിട്ട് അച്ഛനും മക്കളും കൂടെ നല്ല ജോളി ട്രിപ്പായിട്ട് അങ്ങ് പോകുക കേട്ടോ. അവരവിടെ നിന്ന് പോയി തമ്പിയുടെ വീടിൻ്റെ മുന്നിൽ വന്നു. തമ്പി കൂടിച്ച് 4 കാലേ വന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. എന്നിട്ട് ഗേറ്റ് തുറക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പിന്നാലെ വന്ന് ഇങ്ങനെ തോണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ തിരിഞ്ഞു നോക്കിയ നോട്ടത്തിന് ഇവൻ്റെ മുണ്ട് ഊരിയിട്ട് തലവഴി അങ്ങോട്ട് മൂടി. അപ്പോഴത്തേക്കും ആരാടാ ഈ കാണിക്കുന്നത്, എന്താണേ കാണിക്കുന്നത്, ഞാനാടാ ഇത്, വിശ്വനാഥൻ തമ്പിയാടാന്നൊക്കെ പറഞ്ഞു. നിന്നെയൊന്നും ഞാൻ ജീവനോടെ വിടില്ലടാന്ന് പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പ് ഇളയ മോനും അച്ഛനും കൂടെ വന്നവൻ്റെ പള്ളയ്ക്ക് നോക്കി കൊടുത്തു. ധൈര്യം ഉണ്ടെങ്കിൽ മുണ്ട് മാറ്റിയിട്ട് തന്നെ ഇടിക്കണമെന്നും പറഞ്ഞുകൊണ്ടായി തമ്പി. അപ്പോഴേക്ക് ഇടിച്ചിടിച്ച് ചവിട്ടി കൂട്ടി അവനെ വീഴ്ത്തി. അവൻ്റെ കാലൊക്കെ തീരിച്ച് ഒടിച്ച് ഭയങ്കര ഇത്. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ചവിട്ടും കൂടെ ചവിട്ടി. അപ്പോൾ എടാ നീയാക്കി ആരാടാ, മുഖം കാണിച്ചിട്ട് പോടാ ചെറ്റകളെന്നും പറഞ്ഞിട്ട് തമ്പി കിടന്ന് വച്ച് നോക്കി. അപ്പോഴത്തേക്കും പോയ നമ്മുടെ സൂര്യ തിരിച്ചു വന്നിട്ട് ഇവൻ്റെ മുഖത്ത് നിന്ന് ആ മുണ്ടെടുത്ത് മാറ്റി. എന്നിട്ട് തൻ്റെ മുഖം മൂടി അങ്ങ് വലിച്ചു മാറ്റി. അതും അപ്പോൾ നമ്മുടെ സൂര്യയാണെന്ന് ഇവന് മനസ്സിലായി. നിനക്കെൻ്റെ മരണം കാണണം അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പള്ളയ്ക്ക് നോക്കി ഒരു ഒറ്റ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ നീ മരിച്ചോടാ? അപ്പോൾ അതേടാ മരിച്ചു പ്രേതമായിട്ടാടാ ഞാൻ നിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞവൻ അറിയുന്നു. നിന്നെ കാണാതെ എനിക്ക് പോകാൻ പറ്റുമോടാ കള്ള തമ്പി എന്ന് പറഞ്ഞവിടെ ചങ്ക് നോക്കിയൊക്കെ ഇടിയൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു യക്ഷിച്ചിരിയൊക്കെ അങ്ങ് ചിരിച്ചു. ഹോ എന്ന് പറഞ്ഞു. തമ്പി ശരിക്കും ഇത് പ്രേതമാണെന്ന് വിചാരിച്ച് കണ്ണ് തുറന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ അങ്ങ് ആട് കിടന്നെടുത്ത് കൂടെ പോലും ഇല്ലാത്തൊരവസ്ഥ. അയ്യോ നീ പ്രേതമായിട്ട് വന്നു, അത് ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ അങ്ങ് കിടന്നു. പിന്നെ കാണിക്കുന്നത് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന മകളെ വിളിച്ചെഴുന്നേൽപ്പിക്കുക തമ്പി ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്തിനാ ഈ പാതിരാത്രി വിളിക്കുന്നത്, ഇവിടെ തങ്ങിയിറങ്ങാനും മരിച്ച ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എടി മോളെ സൂര്യനാരായണൻ നമ്മളെയൊക്കെ പറ്റിക്കുവാടി, എല്ലാം അവൻ്റെ അടവാടി, അവനൊരു അസുഖവും ഇല്ലടി എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞിരിക്കാം. അച്ഛനെന്താ രാത്രി വിളിച്ച് പരസ്പര വിരുദ്ധമൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ എടി മോളെ ഞാൻ പറയുന്നതൊക്കെ സത്യമാടി, ആ സൂര്യനാരായണനും 4-5 ഗുണ്ടകളും ചേർന്ന് എന്നെ നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിലിട്ട് തല്ലിയിടി മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്, സത്യമാടി മോളെ, സത്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അച്ഛന് തോന്നിയതാണെന്ന് പറയുമ്പോൾ ഇല്ലടി മോളെ തോന്നിയതൊന്നും അല്ല, സത്യം, സൂര്യനാരായണ അവൻ്റെ ഗുണ്ടകളും എന്നെ പഞ്ഞി കിട്ടത് സത്യമാണെന്ന് പറഞ്ഞു. എടി മോളെ ഞാനത് ആരോട് പറഞ്ഞാൽ ഇനി ആരും അത് വിശ്വസിക്കാൻ പോണില്ല, നീയെങ്കിലും അച്ഛനെ ഒന്ന് വിശ്വസിക്കടി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ മോള് വായിക്കോട്ടെ വിട്ടിങ്ങനെ ഇരിക്കാം. എടി സൂര്യനാരായണൻ ഒരു കുരുവില്ല, അവൻ കള്ള റാസ്കലാടി മോളെ, തളർന്ന് കിടക്കുകയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ് അവനെന്നൊക്കെ പറയുമ്പം എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇപ്പം അച്ഛനോട് പറയേണ്ടതെന്ന് എവിടെയും ചിന്തിക്കാം മകള്. എടി മോളെ പകൽ നേരം കിടപ്പ് രോഗിയായിട്ട് അഭിനയിച്ചിട്ട് രാത്രി ആരും അറിയാതെ ഗുണ്ടാപ്പടയുമായിട്ട് പുറത്തിറങ്ങി വിലസുകയാടി മോളെ അവൻ. അപ്പം അച്ഛൻ്റെ തലയിൽ മുണ്ടിട്ട് തല്ലിയെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ അച്ഛൻ അത് സൂര്യനാരായണനാണെന്ന് തിരിച്ചറിഞ്ഞത്? എടി മോളെ 4-5 പേര് ചേർന്ന് എന്നെ നല്ലതുപോലെ ചാമ്പിയടി മോളെ. എന്നിട്ട് പോകാൻ നേരത്ത് സൂര്യനാരായണൻ എൻ്റെ അടുത്ത് വന്ന് നിന്ന് അവൻ്റെ തല മറച്ചിരുന്ന മൂടിയെടുത്ത് മാറ്റി കാണിച്ചു തന്നിട്ടാണ് പോയത്. എടി അവൻ അങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ പൊന്നെ അച്ഛനെ വേറെ ആരെങ്കിലും എടുത്തിട്ട് ചവിട്ടി കൂട്ടിയതായിരിക്കും ചുമ്മാ. എന്നിട്ട് അച്ഛൻ ചുമ്മാ അയാളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഓരോന്ന് പറയണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, എന്നിട്ട് നാളെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. മോള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും പേടിയും കാരണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ച് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ